നമ്മുടെ കേരളത്തിലടക്കം മസാജ് പാർലറുകളിലും ബാർബർ ഷോപ്പുകളിലും വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് ഈ നെക്ക് ട്വിസ്റ്റിംഗ് മസാജ് അഥവാ കഴുത്ത് വെട്ടിക്കൽ മസാജ്. മുടി വെട്ടിക്കഴിഞ്ഞ ശേഷം കഴുത്ത് പെട്ടെന്ന് വെട്ടിച്ചുള്ള ഒരു മസാജ് കേരളത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള ബംഗാൾ തൊഴിലാളികൾ നടത്തുന്ന ബാർബർ ഷോപ്പിലാണ് ഇത് സാധാരണയായി അവർ ചെയ്തു തരുന്നത്. ഇത് അപകടകരമാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ തായ്ലൻഡിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ബോഡി മസാജിനിടെ കഴുത്തിനേറ്റ ക്ഷതത്തെ തുടർന്ന് തായ് ഗായിക ചയാദ പ്രാവോ മരിച്ചത് ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. മസാജിനെ തുടർന്ന് ചില ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുകയും തുടർന്ന് ശരീരം തളർന്ന് കിടപ്പിലാകുകയും ചെയ്യുകയായിരുന്നു ആ ഗായിക. പിന്നീടുണ്ടായ രക്തത്തിലെ അണുബാധയും തലച്ചോറിലെ വീക്കവുമാണ് ചെയ്തയെ മരണത്തിലേക്ക് നയിച്ചത്. തന്റെ ആരോഗ്യത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഗായിക വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. തോളിലെ വേദനയെക്കുറിച്ചും അത് കുറയ്ക്കുന്നതിനായി മസാജ് പാർലറിൽ പോകുന്നതിനെക്കുറിച്ചും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്ടോബറിലാണ് ആദ്യ സെക്ഷനായി മസാജ് പാർലറിലേക്ക് പോയത്. അന്ന് കഴുത്ത് പെട്ടെന്ന് വെട്ടിത്തിരിച്ചുള്ള നെക്ക് ട്വിസ്റ്റിംഗ് മസാജ് ചെയ്തിരുന്നു. പാർലറിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം ചയാദയ്ക്ക് പല ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിച്ചു. ഇതിനിടയിൽ രണ്ടാം സെക്ഷനും കൂടി മസാജ് പാർലറിലേക്ക് പോയി. തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുകയും ചെയ്തു. തായ് മസാജിനെ പറ്റി നന്നായി അറിയാവുന്ന അവർക്ക് ഈ മസാജുകളെ പറ്റി വലിയ സംശയമൊന്നും തോന്നിയിരുന്നില്ല. എന്നാൽ മസാജിന് ശേഷമുള്ള സാധാരണ പ്രശ്നങ്ങൾ മാത്രമാണ് തനിക്കുള്ളതെന്നാണ് ചയാദ ധരിച്ചിരുന്നത്. നവംബർ 6-ന് അവസാന സെക്ഷനും പങ്കെടുത്ത ശേഷം ചയാദയുടെ ശരീരത്തിൽ വീക്കം കണ്ടെത്തി. തുടർന്ന് വലത് കൈ മരവിക്കുകയും ചെയ്തു. നവംബർ പകുതിയോടെ ചയാദയുടെ ശരീരം 50%-ലധികം തളർന്നു. തുടർന്ന് ചലനശേഷി ഇവർക്ക് പൂർണ്ണമായും നഷ്ടപ്പെടുകയായിരുന്നു. ചയാദയുടെ മരണത്തെ തുടർന്ന് തായ്ലൻഡിലെ ഉഡോൺ താനി പ്രവേശിച്ച പബ്ലിക് ഹെൽത്ത് ഓഫീസ് അധികൃതർ മസാജ് പാർലറുകൾ പരിശോധന നടത്തി. പാർലറിലെ 7 മസാജുമാരിൽ 2 പേർക്ക് മാത്രമാണ് ലൈസൻസ് ഉള്ളതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. അതേസമയം ഇത്തരം അപകടകരമായ മസാജുകൾ നടത്താൻ ലൈസൻസ് ഉള്ളവർക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്നാണ് പാർലർ മാനേജറുടെ അവകാശവാദം. സംഭവത്തിൽ ചയാദയുടെ കുടുംബത്തോട് മാനേജർ മാപ്പ് പറയുന്നുണ്ട്. കഴുത്തിലെ മസാജ് തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികൾക്ക് തകരാറുണ്ടാക്കുമെന്നും സ്ട്രോക്കിന് കാരണമാകുമെന്നും ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പരിചയസമ്പന്നരല്ലാത്തവർ ഇത്തരത്തിലുള്ള കഴുത്ത് വെട്ടിക്കലുകൾ ചെയ്താൽ അത് പ്രശ്നമാകുമെന്ന് തന്നെയാണ് ഡോക്ടർമാരും പറയുന്നത്. തുടർച്ചയായി ഇരുന്ന് ജോലി ചെയ്യുകയോ ദീർഘനേരം ഒരേ ഇരിപ്പിൽ വാഹനം ഓടിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും കഴുത്തിലും തോളിലും വേദന അനുഭവപ്പെടാറുണ്ട്. ഇത്തരക്കാർക്ക് കഴുത്ത് മസാജ് ചെയ്യുന്ന മൂലം ചെറിയൊരു സുഖം ലഭിക്കും. മസാജുകൾക്ക് രക്തചംക്രമണം മെച്ചപ്പെടുത്താൻ കഴിയും. പക്ഷെ ഇത് ചെയ്യാൻ കൃത്യമായി അറിയുന്നവരല്ലെങ്കിൽ അത് മരണത്തിലേക്ക് നയിക്കും എന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. മസാജ് എന്ന പേരിൽ തല പിടിച്ച് വെട്ടിക്കുന്നത് പലപ്പോഴും അപകടകരമാണ്. ഇക്കാര്യം ഡോക്ടർമാർ പലതവണ പറഞ്ഞിട്ടും കേരളത്തിലടക്കം ഈ പരിപാടി തുടരുകയാണ്. നമ്മുടെ നാട്ടിൽ ബംഗാളികളിൽ നിന്നുള്ള തൊഴിലാളികൾ നടത്തുന്ന ബാർബർ ഷോപ്പിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ കഴുത്ത് വെട്ടിക്കൽ മസാജ് എന്ന് പറയുന്നത്. മുടി വെട്ടിയ ശേഷം അവർ തന്നെ ഒരു മസാജ് ചെയ്യുകയും പെട്ടെന്ന് കഴുത്ത് തിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇത് പലപ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും പെട്ടെന്ന് തലച്ചോറിനെ രീതിയിൽ ബാധിക്കുന്ന കുഴപ്പങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുമുള്ളതാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തായ്വാനിൽ സംഭവിച്ച ഈ സംഭവം. ആ മരണം വളരെ ഞെട്ടലോടെയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. അതുകൊണ്ട് അടുത്ത തവണ ബാർബർ ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞിരിക്കണം, അത്തരത്തിലുള്ള കഴുത്ത് വെട്ടിക്കൽ മസാജുകൾ വേണ്ട. കാരണം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണോ അവിടെ ഉള്ളത് നമുക്ക് അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വലിയ വിപത്തായി മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട.